നമസ്കാരം. കേരളം എന്നത് ബി.ജെ.പിക്ക് സംഘപരിവാറിന് ഒരിക്കലും പിടിക്കാൻ കഴിയാത്ത കളമാണ് എന്നാണ് പലരും ഈ സമീപകാലം വരെ കരുതിയിരുന്നത്. ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ജയിച്ചു വരുന്ന കേരളത്തിൽ ബി.ജെ.പി ഒരിക്കലും ഒരക്കൗണ്ടും തുറക്കില്ല എന്ന് ഈ രണ്ട് കക്ഷികളിൽപ്പെട്ടവരും നിരന്തരമായി പറയാറുമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് മഹാഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയതോടെ കേരളം എന്നത് ബി.ജെ.പിക്ക് ബാലികേറാമലയല്ല എന്ന് വ്യക്തമായി. സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം തന്നെയാണ് വിജയത്തിന് കാരണമായത് എങ്കിലും വ്യക്തിപ്രഭാവമുള്ളവർ ബി.ജെ.പി ടിക്കറ്റിൽ മത്സരിച്ചാൽ കേരളം അവരെ വിജയിപ്പിക്കും എന്നതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുരേഷ് ഗോപിയുടെ വിജയം ബി.ജെ.പി കേരള ഘടകത്തിനും പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. അതിൽ നിന്നുകൊണ്ട് കേരളത്തിൽ തങ്ങളുടെ സംഘടനാ സംവിധാനം വിപുലീകരിക്കാൻ അല്ലെങ്കിൽ കേരളത്തിൽ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കാനുള്ള സജീവമായ നീക്കങ്ങളിലേക്ക് ബി.ജെ.പി കടന്നിരിക്കുന്നു. അതിൽ ബി.ജെ.പി വലിയൊരളവിൽ വിജയിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിൽ ഇപ്പോഴും തമ്മിലടി രൂക്ഷമാണ്. പി.വി. അൻവറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ പോലും കോൺഗ്രസിന് ഒരു ഏകീകൃത സ്വഭാവം കാണാൻ കഴിയുന്നില്ല. CPM ആകട്ടെ കൂട്ടയടിയിൽ മുഴുങ്ങിയിരിക്കുകയാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടുമിരിക്കുന്നു. MV ഗോവിന്ദൻ പിണറായിക്കെതിരെ നീങ്ങുന്നു. പിണറായി വിജയൻ സ്വേച്ഛാധിപതിയെ പോലെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ LDF ക്യാമ്പിൽ, അതായത് CPI ഒക്കെ ഉൾപ്പെടുന്ന LDF ക്യാമ്പിൽ CPIയുടെ വിമത ശബ്ദം ഉയരുന്നു. വലിയ സുഖകരമായ അന്തരീക്ഷത്തിലല്ല ഇവിടെ LDFും UDFും മുന്നോട്ട് പോകുന്നത്. പക്ഷെ ബി.ജെ.പി സുരേഷ് ഗോപി നേടിയ വലിയ വിജയത്തിന് പിന്നാലെ ഐക്യത്തോടുകൂടി അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ബി.ജെ.പിയിലും തമ്മിലടിയുണ്ട്, അത് അങ്ങാടിപ്പാട്ടാണ്. പക്ഷേ ഇപ്പോൾ അത്തരം തമ്മിലടിയുടെ സ്വരങ്ങളോ വിമത സ്വരങ്ങളോ കാര്യമായി ഉയരുന്നില്ലെന്ന് മാത്രമല്ല, ബി.ജെ.പിയിലെ എല്ലാ നേതാക്കളും ഒരൊറ്റ അച്ചുതണ്ടിൽ നിന്നുകൊണ്ട് ശക്തമായ സംഘടനാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നടക്കുന്നത്. അതായത് ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനം ഏറ്റവും ശക്തമായ ജില്ലകൾ പാലക്കാടും തിരുവനന്തപുരവും ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ തൃശ്ശൂരും ആ നിലയിലേക്ക് വരികയാണ്. അവിടുത്തെ ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ സംഘടനാ വിപുലീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബി.ജെ.പിയുടെ അംഗത്വ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. ബി.ജെ.പി തൃശ്ശൂരിൽ ലക്ഷ്യമിടുന്ന പുതിയ അംഗങ്ങളുടെ എണ്ണം 7 ലക്ഷമാണ്. 7 ലക്ഷം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അതായത് പോൾ ചെയ്യുന്ന വോട്ടുകളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 7 ലക്ഷം അംഗങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് 65-70% വരും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ പോൾ ചെയ്യപ്പെട്ടത് 10,90,000 വോട്ടുകളാണ്. അപ്പോൾ 7 ലക്ഷത്തോളം അംഗങ്ങളെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്നല്ല ജില്ല എന്ന നിലയിൽ കൂട്ടിയാൽ പോലും തൃശ്ശൂരിൽ 7 ലക്ഷം അംഗങ്ങൾ തങ്ങൾക്ക് ഉണ്ടാക്കുക എന്ന ലക്ഷ്യവുമായി ബി.ജെ.പി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ വലിയ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് വരുമ്പോൾ അത് ബി.ജെ.പിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. മറുവശത്ത് തൃശ്ശൂരിലെ തോൽവിയെ തുടർന്ന് കോൺഗ്രസിന്റെ DCC സംവിധാനം തകർന്നിരിക്കുകയാണ്. ജില്ലാ നേതൃത്വത്തിൽ തമ്മിലടിയാണ്. മറുവശത്ത് CPIയും CPMും പല വിഷയങ്ങളിൽ ഉടക്കി നിൽക്കുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അടക്കം CPMന് വലിയ വിഷയമായി വരുന്നു. പക്ഷെ ബി.ജെ.പിയെ സംബന്ധിച്ച് തൃശ്ശൂരിൽ അവർ അതിശക്തമായ സംഘടനാ വിപുലീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇവിടെ പോലീസിനുള്ളിൽ സംഘപരിവാർ ശക്തികളുണ്ട്, തൃശ്ശൂർ പൂരം കലക്കി, അങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന വാദങ്ങളൊക്കെയായി മറുവശത്ത് CPMും LDFും UDFും ഒക്കെ നിൽക്കുന്നുണ്ട്. എങ്കിലും ജനങ്ങൾ ബി.ജെ.പിയെ ഏറ്റെടുക്കുന്നുണ്ട് പലയിടങ്ങളിലും എന്നതിൻ്റെ തെളിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്ന വിജയകരമായ മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ. ഇപ്പോൾ മോഹൻ സിത്താര ബി.ജെ.പിയിൽ ചേർന്നു എന്ന് വാർത്ത വന്നു. അതുപോലെ തന്നെ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലെത്തി. അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പ്രമുഖ 50ഓളം നേതാക്കൾ ബി.ജെ.പിയിൽ അംഗത്വമെടുത്തു. ഇതൊക്കെ സംഭവിക്കുന്നത് തൃശ്ശൂരിലാണ്. ഈ തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു കാലത്ത് ലീഡർ കെ കരുണാകരന്റെ തട്ടകമായിരുന്നു. തൃശ്ശൂർ CPIയുടെ തട്ടകമാണ്, LDFിന്റെ തട്ടകമാണ്. അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബി.ജെ.പിയെ ഇല്ല. പക്ഷേ സുരേഷ് ഗോപിയുടെ ഒരു വിജയത്തോടു കൂടി തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ആരംഭിക്കുകയാണ് ബി.ജെ.പിയുടെ കുതിപ്പ് എന്നു തന്നെ പറയേണ്ടി വരും. പല പ്രമുഖരെയും ബി.ജെ.പിയും സംഘപരിവാറുമായി ചേർക്കുന്ന പ്രവർത്തനങ്ങൾ ബി.ജെ.പി സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്
ചെത്തല്ലൂർ ഗണേശോത്സവത്തിന്റെ ആദ്യ ദിനം സിനിമാ താരങ്ങളായ വിജയ് ബാബു, ടിനി ടോം, കൈലാഷ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, RG ഗ്രൂപ്പ് CEO RG വിഷ്ണു, സൂര്യ ഗ്രൂപ്പ് CEO നിതിൻ രാധാകൃഷ്ണൻ തുടങ്ങിയവരൊക്കെ ഗണേശ പുരസ്കാരം സമർപ്പിച്ചു. ഇത് സംഘപരിവാർ നടത്തിയൊരു ചടങ്ങാണ്. സന്ദീപ് വാര്യർ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഇത്രയും പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് വീഡിയോ സഹിതം പോസ്റ്റ് ഇടണമെങ്കിൽ അത് സംഘപരിവാറിന്റെ പരിപാടിയാണ്. സംഘപരിവാറിന്റെ ഇത്തരം ഗണേശോത്സവങ്ങൾ പോലെയുള്ള പരിപാടികളിലൊക്കെ ഇതുപോലുള്ള പൗരപ്രമുഖർ, വ്യവസായ പ്രമുഖരൊക്കെ എത്തണമെങ്കിൽ സംഘപരിവാറിന്റെ അടിത്തറ ശക്തമായി കൊണ്ടിരിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് ഒരു 10 വർഷം പിറകോട്ടാണ്. അന്ന് ഞാനൊരു BJP-കാരനാണ്, ഞാനൊരു സംഘപരിവാറുകാരനാണ്, സംഘപരിവാർ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുകയാണെന്ന് പറയാൻ ഇവിടുള്ള പ്രമുഖർ മടിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കളൊക്കെ BJP-യുടെ ഇവിടുത്തെ പോരാളികൾ എന്ന നിലയിൽ നിലനിന്ന് പോരടിച്ച് മുന്നേറുന്ന സമയമാണ്. അവർക്ക് നേരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. സോഷ്യൽ മീഡിയ സജീവമായപ്പോഴും വലിയ തോതിൽ ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ ഉണ്ടാക്കിയ മുന്നേറ്റം എന്താണ്? BJP സ്ഥാനാർത്ഥികൾക്കുണ്ടായ വോട്ട് വിഹിതം എത്രയാണ്? ആലത്തൂർ മണ്ഡലത്തിൽ സരസു ടീച്ചർ വലിയ തോതിൽ വോട്ട് ബാങ്ക് സമാഹരിച്ചപ്പോഴാണ് അവിടെ രമ്യ ഹരിദാസ് വീണുപോയത്. അങ്ങനെ കേരളത്തിൽ പല മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ, പല തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ BJP മുകളിലേക്ക് വരികയാണ് എന്നതിന് യാതൊരു തർക്കവുമില്ല. ഇപ്പോഴും പറയുന്നത് പോലെ കേരളത്തിൽ സംഘപരിവാറിന് വേരോട്ടമില്ല, സംഘപരിവാർ ജയിക്കില്ല, സംഘപരിവാറിനെ കേരളം പടിക്ക് പുറത്ത് നിർത്തും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കേരള പോലീസിൽ പോലും സംഘപരിവാറുകാർ ഉണ്ട് എന്ന് പറയുന്നത് കേരളത്തിലൊരു MLA ആണ്, ഭരണകക്ഷി MLA ആണ്, PV അൻവറാണ്. അതിനെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ CPM-കാർ സജീവമായി രംഗത്തെത്തുന്നു. സൈബർ സഖാക്കൾ പോലും ആ വിഷയത്തിൽ പിണറായിക്ക് അനുകൂലമായി വരുന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ സമീപകാല രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ രാഷ്ട്രീയ അന്തരീക്ഷം അത് സംഘപരിവാറിന് അനുകൂലമായ ഒരു അന്തരീക്ഷമായി തന്നെ മാറുകയാണ്. തൃശ്ശൂരിലെ വിജയം BJP-ക്ക് സംഘപരിവാറിന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മുന്നേറ്റ സാധ്യത അത് വളരെ വലുതാണ്. അത് BJP കൃത്യമായി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ സാഹചര്യം ഗുണകരമാക്കി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സംഭവ വികാസങ്ങൾ, വാർത്തകളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. തൃശ്ശൂരിൽ 7 ലക്ഷം അംഗങ്ങളെ BJP ചേർക്കുന്നു എന്ന് പറയുമ്പോൾ പോൾ ചെയ്ത വോട്ടിംഗ് ശതമാനത്തിൻ്റെ 70%-ലധികം BJP ഗ്രാബ് ചെയ്യുകയാണ്. BJP-യെ സംബന്ധിച്ച്, സംഘപരിവാറിനെ സംബന്ധിച്ച്, സംഘപരിവാർ RSS എന്ന് പറയുന്നത് ഒരു കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനമാണ്. അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല, BJP-യാണ് മത്സരിക്കുന്നത്. പക്ഷേ RSS-ന്റെ പിന്തുണയുണ്ടെങ്കിൽ ഈ പറയുന്ന അംഗങ്ങളെ മുഴുവൻ വോട്ടാക്കി മാറ്റാൻ BJP-ക്ക് സംഘപരിവാറിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അവരുടെ സംഘടനാ സംവിധാനം അങ്ങനെയാണ്. CPM-ന്റെ പോലെ തന്നെയുള്ള ഒരു കേഡർ സംവിധാനമാണ്. അവരുടെ അംഗങ്ങളെ കൊണ്ട് മുഴുവൻ അവർക്ക് വോട്ട് ചെയ്യിക്കാൻ കഴിയും. ഇപ്പോൾ ഒരു ജില്ല അങ്ങനെ എടുക്കുകയാണ്. തൃശ്ശൂർ അങ്ങ് എടുക്കുമെന്ന് സുരേഷ് ഗോപി പണ്ട് പറഞ്ഞപ്പോൾ പുച്ഛിച്ചു, കളിയാക്കി. പക്ഷെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം തൃശ്ശൂർ മൊത്തത്തിൽ അങ്ങ് എടുക്കുന്ന വിധത്തിലേക്ക് BJP മാറുകയാണ്. സംഘടനാ സംവിധാനം അതിശക്തമാവുകയാണ്. അത് മറ്റ് പല ജില്ലകളിലേക്കും ആവർത്തിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അനുരണനങ്ങൾ മറ്റു പല ജില്ലകളിലേക്കും പോവുകയാണ്. BJP വിരുദ്ധർ, സംഘപരിവാർ വിരുദ്ധർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളം എന്നത് സംഘപരിവാറിൻ്റെ മണ്ണല്ല എന്ന് പറഞ്ഞ വാചകങ്ങൾ തിരുത്തേണ്ട സമയമായിരിക്കുന്നു. ഒരു നിർണായക ശക്തിയായി, പല മണ്ഡലങ്ങളുടെയും വിജയം നിർണ്ണയിക്കുന്ന ശക്തിയായി BJP മാറിക്കൊണ്ടിരിക്കുകയാണ്. BJP അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായി അതിവേഗം മുന്നോട്ട് പോവുകയാണ്. അതേസമയം തമ്മിലടിച്ച് മുടക്കിയും നിൽക്കുന്ന LDF-ഉം UDF-ഉം പരോക്ഷമായാണെങ്കിൽ പോലും BJP-ക്ക് അനുകൂലമായൊരു സാഹചര്യം, സാധ്യത ഇവിടെ സൃഷ്ടിക്കുകയുമാണ്. സംശയമില്ല. ഈ രീതിയിൽ BJP മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിർണായക ശക്തിയായി BJP മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല.